അപ്പോൾ ഗൈസ് നമ്മുടെ ഫാം സിൻഡിക്കേറ്റിൻ്റെ 3rd എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ 2 എപ്പിസോഡിൽ എല്ലാ ഡീറ്റെയിൽസും തന്നു. ഞാൻ ഓൾറെഡി വഴിയും വെട്ടി. ഇനി അടുത്തതാണ് നമ്മൾ എന്താണ് ആദ്യമായിട്ട് ഇവിടെ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഓൾറെഡി ഒരു തെങ്ങും തോപ്പാണ്. തെങ്ങ് നട്ടിട്ടുണ്ട്, പക്ഷേ തീരെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല, കാടൊന്നും വെട്ടിയിട്ടില്ല. നിങ്ങൾക്ക് കാണാം. അതുപോലെ എല്ലാം ചെല്ലി അറ്റാക്ക് ചെയ്തിട്ട് ഫുൾ ഇലയൊക്കെ പോയി കിടക്കുക. അപ്പോൾ ഒരുപാട് ലിറ്ററലി ഇതെല്ലാം രോഗം പിടിച്ച അവസ്ഥയിലാണ്. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനെ റിക്കവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ തെങ്ങ് എന്ന് പറയുന്നത് ഇപ്പോൾ നട്ടിട്ട് ഏകദേശം 2.5-3 കൊല്ലം ആയിട്ടുണ്ട്. കായ്ക്കണമെങ്കിൽ ഇനിയൊരു 2-3 കൊല്ലം കൂടി വേണം. അപ്പോൾ ഈ ഒരു 6 കൊല്ലം എന്ന് പറഞ്ഞാൽ വളരെ മെയിൻ്റനൻസും ഒരുപാട് കെയർഫുള്ളി ചെയ്യേണ്ട ഒരു ടൈം പീരീഡാണ്. അപ്പോൾ അതാണ് ഇനി നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇതിനെ മൊത്തം ഹെൽത്തി ആക്കി എടുക്കണം. കായ്ച്ച് തുടങ്ങുമ്പോഴേക്കും നല്ല കായ്കൾ കിട്ടുന്ന പോലെ ആക്കി എടുക്കണം. ഒരു 65 തെങ്ങാണ് ഇപ്പോൾ നമുക്കുള്ളത്. അപ്പോൾ 65 തെങ്ങിനെ 3 കൊല്ലത്തേക്ക് ഇത് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്, ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ടാസ്ക്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഫുള്ള് ചെല്ലിയൊക്കെ കുത്തി പോയിരിക്കുകയാണ്. ഇതാണ് സാധനം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ തടവെടുക്കുകയാണ്. വലിയ തടവെടുത്ത് നമ്മൾ ഈ വെട്ടിയ കാടും പടലും എല്ലാം ഇട്ട് കുറച്ച് വളം ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കുകയാണ്. അതിൻ്റെ കൂടെ ഞാനിപ്പോൾ അവിടെ മുകളിൽ കുന്നിൻ്റെ മുകളിൽ ഞാനൊന്ന് ഫ്ലാറ്റ് സർഫേസ് ആക്കിയിട്ട് ഒരു ടാങ്ക് പണിയുന്നുണ്ട് വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒന്നെങ്കിൽ ഇവിടെ ബോർവെൽ അടിക്കണം, അല്ലെങ്കിൽ താഴത്തുനിന്ന് കിണറിന്ന് മോട്ടർ അടിച്ച് വെള്ളം കയറ്റി ചെയ്യണം. പിന്നീട് ഫ്യൂച്ചറിൽ റെയിൻ സീസണൊക്കെ ആകുമ്പോഴേക്കും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നല്ല സൈഡ് എന്ന് പറഞ്ഞാൽ ആസ് ഓഫ് നോ ഇപ്പോൾ ഈ മലയിൽ പെയ്യുന്ന എല്ലാ എൻ്റയർ വാട്ടർ ഈ മലയിൽ തന്നെയാണ് അബ്സോർവ് ആവുന്നത്. അത് ഒഴുകി അങ്ങോട്ട് പോകുന്നില്ല. 100% വാട്ടർ ഹാർവെസ്റ്റിംഗ് ഈ ഒരു ഗ്രൗണ്ട് വാട്ടറിലേക്ക് പോകുന്നുണ്ട്. സോ അതൊരു നല്ല കാര്യമാണ്, കാരണം വെള്ളത്തിനും കാര്യങ്ങൾക്കൊന്നും പഞ്ഞമില്ല. അതാണ് അപ്പോൾ ഫസ്റ്റ് തിങ്, ഈ തെങ്ങിനെ മുഴുവൻ മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കുക എന്നുള്ളത്. അപ്പോൾ തെങ്ങ് വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ലാൻഡും ഫുള്ള് കാടൊക്കെ തെളിഞ്ഞ് വൃത്തിയാവും. അതിനുശേഷം നമ്മൾ ഡ്രോൺ ഫ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിനുശേഷം വേണം എനിക്കിത് പ്ലാൻ ചെയ്യാൻ, എങ്ങനെയാണ് ഈ ഫാം ഡിസൈൻ ചെയ്യേണ്ടതെന്നുള്ളത്. ഈ തെങ്ങിൻ്റെ ഇടയിൽ കൂടെ ഞാനിപ്പോൾ JCB ഹിറ്റാച്ചി എടുത്തിട്ട് ഞാൻ ചെറിയ വാഴയ്ക്ക് കുഴി എടുത്ത് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ജൂൺ മാസം മഴ പെയ്യുന്നൊരു 10 ദിവസം മുമ്പ് ഇച്ചിരി ഞാലിപ്പൂ നട്ട് കഴിഞ്ഞാൽ അതൊരു ചെറിയ ഇൻകം ആവുമല്ലോ. ഈ വരവ് ചിലവൊന്ന് മീറ്റ് ചെയ്ത് പോകുന്നതിൻ്റെ ഇടയ്ക്ക് അതൊരു ഇൻകം ആവുന്ന പോലെ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്ലസ് ബാക്കി ഇപ്പോൾ പശു, പോത്ത്, കോഴി, ആട്, ഡോഗ് ബ്രീഡിങ് ഇതൊക്കെ എൻ്റെ മൈൻഡിലുണ്ട്. പിന്നെ വെജിറ്റബിൾ കുറേ എക്സ്പെരിമെൻറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതൊക്കെ ഈ ഒരു ലാൻഡ് ക്ലിയർ ചെയ്ത് കാടൊക്കെ വെട്ടിയാലേ അറിയുള്ളൂ. അപ്പോൾ അതിപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഇപ്പോൾ ഡ്രോൺ ഷോട്ട് എടുത്താൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ തെക്കിന് തടമെടുത്ത പരിപാടിയാണ്. നിങ്ങൾക്കാണ് ഏറ്റവും വലുപ്പത്തിൽ നമ്മളൊരു കുഴി അങ്ങ് എടുത്തെടുത്തേക്ക് ചുറ്റും. അപ്പോൾ എന്താ വെച്ചാൽ മഴ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ ഇവിടെ സ്റ്റോർ ആവും. പ്ലസ് ഈ സാധനം ടപ്പ് ചവറിലാകുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് വളം ഇട്ട് കഴിഞ്ഞാൽ തെങ്ങിന് ഈ വളവും നല്ല രീതിയിൽ അബ്സോർവ് ചെയ്യാൻ പറ്റും. ഇതുപോലെ എല്ലാ തെങ്ങിനും തടമെടുക്കുക എന്നുള്ളതാണ് പരിപാടി. അപ്പോൾ ഇറ്റാച്ച് വെച്ചിട്ടാണ് ചെയ്തത്. സോ വേഗം പരിപാടി തീരും. തെങ്ങ് ഡാമേജ് ആവാൻ പകട നമ്മൾ കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ ഫാദർ തന്നെയാണ്. ഫുൾ സപ്പോർട്ടായിട്ട് എൻ്റെ ഫാമിലി കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് എനിക്കുള്ള ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് തെങ്ങിനെ റിക്കവർ ചെയ്യാൻ പോകുന്നത്. നല്ല വെള്ളം, മിസ്സിംഗ് ആയിട്ടുള്ള വളം അല്ലെങ്കിൽ ന്യൂട്രീഷൻസ്, പിന്നെ ചെല്ലി പോലത്തെ അറ്റാക്കുകളെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ്, ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ തെങ്ങിനെ റിക്കവർ ചെയ്യാൻ പോകുന്നത്. സോ ഈ എപ്പിസോഡ് നമ്മൾ ഇത്രയും സംസാരിക്കുന്നുള്ളൂ. അടുത്ത എപ്പിസോഡിൽ ഞാൻ വേറെ കണ്ടന്റുമായിട്ട് വരാം.